ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൽറാം, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സുരക്ഷാ സേനയുടെ കവറിലാണല്ലോ പഹൽഗാം. കുറേ അധികം മലയാളികൾ, എറണാകുളം ജില്ലയിൽ നിന്ന് പോലും 10-25 മലയാളികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പഹൽഗാമിൽ പെട്ടുപോയ ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സുരക്ഷാ ഏജൻസികൾ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN, ഈ ഭീകരാക്രമണത്തിന്റെ വിവരം പുറത്തു വന്ന ഉടൻ തന്നെ അവിടെയുള്ള ആളുകളെ സുരക്ഷിതരാക്കാനുള്ള നടപടികളാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായത്. ഈ പ്രദേശത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ആദ്യം തടഞ്ഞു നിർത്തുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തു. നേരത്തെ ഈ ആക്രമണം നടന്ന സമയത്ത് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതരാക്കിയ ശേഷം അവരെ പിന്നീട് അവർ താമസിക്കുന്ന സ്ഥലത്തേക്കോ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയ ആളുകൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയിരുന്നു പഹൽഗാം പോലീസ്. ഇതുവഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ന് ശ്രീനഗറിൽ ഇറങ്ങിയ ഘട്ടം മുതൽ തന്നെ വലിയൊരു സൈനിക നീക്കം നമുക്ക് കാണാൻ കഴിയും. ഡൽഹിയിൽ നിന്നും നിരവധി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ സന്ദർശനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആഭ്യന്തരമന്ത്രി ശ്രീനഗറിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഈ ഉന്നതതല യോഗം ഈ ശ്രീനഗറിൽ എത്തിയ ശേഷം 2 തവണ ചേരുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ നിലവിലുള്ള വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെ എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ ജനജീവിതത്തെ തന്നെ വലിയ തോതിൽ ഈ ആക്രമണം ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമായും ഈ നിലവിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, ഒപ്പം തന്നെ ഈ ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതിനാവശ്യമായ തന്ത്രങ്ങൾ, ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ സമഗ്രമായുള്ള ചർച്ച ഈ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ നടക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയെ കൂടാതെ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ, മുഖ്യമന്ത്രി, കൂടാതെ സൈനിക ഉദ്യോഗസ്ഥർ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ഇതുകൂടാതെ രഹസ്യാന്വേഷണ ഏജൻസികളിലെ ഉന്നതർ എന്നിവരാണ് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ എല്ലാം തന്നെ ഇൻപുട്ടുകൾ അത് അവലോകനം ചെയ്തുള്ള ഒരു തന്ത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരിക്കും ഇക്കാര്യത്തിൽ ഭീകരർക്കെതിരായി ജമ്മു കശ്മീരിൽ സ്വീകരിക്കുക. നിലവിലിപ്പോൾ ആളുകളെ സുരക്ഷിതരാക്കുന്ന നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടിയായിരിക്കും ഉടൻ നടക്കുക. അതിനുശേഷം ഇന്ന് തന്നെ നാടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള സേനാ വിന്യാസം നമുക്ക് ജമ്മു കശ്മീരിൽ എല്ലായിടത്തും തന്നെ കാണാൻ കഴിയും. ശ്രീനഗർ മുതൽ വിമാനത്താവളം മുതൽ ഉള്ള പാതകളിൽ എല്ലാം തന്നെ ഇരുവശങ്ങളിലും സൈനികരെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം സൈനിക വാഹന വ്യൂഹങ്ങളുടെ വലിയ നീക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലയിടങ്ങളിലും. ജമ്മു കശ്മീരിൽ അത് സാധാരണമായി ഉണ്ടാകാറുണ്ട്, സൈനിക വിന്യാസം. അതിനപ്പുറത്തേക്ക് ഈ ഒരു 5 വർഷത്തെ ഇടവേള, 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കശ്മീർ ഇത്രത്തോളം വലിയ ഒരു ഭീകരാക്രമണം നേരിടുന്നത് ഈ 5 വർഷത്തിൽ ആദ്യമായാണ്. അതിൽ വിദേശികളായ വിനോദസഞ്ചാരികളെ പോലും ലക്ഷ്യം വെച്ച് ഭീകരർ ആക്രമണം നടത്തി എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് ഭീകരർ ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കുന്നത് പോലും അപൂർവമാണ്. ഇതെന്നാൽ പൂർണ്ണമായും വിദേശ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഭീകരർ. ക്രൂരതയുടെ ഒരു പര്യായമായി തന്നെ വിവരിക്കാവുന്ന തരത്തിലുള്ള മനുഷ്യരാണ് ഈ ഇന്നലെ ആക്രമണം നടത്തിയത്. രക്ഷപ്പെട്ട ആളുകളിൽ നിന്നും ഉള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. ഒരു കണ്ണടച്ച് ഒരു വെടി ഉതിർക്കുന്ന, അല്ലെങ്കിൽ ഒരു ഷെല്ലാക്രമണം മറ്റും നടത്തുന്ന അതിന് പകരമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾക്കെതിരെ നിലവിലിപ്പോൾ സംസ്ഥാനത്തിന്റെ പലയിടത്തും വിനോദസഞ്ചാരികളുണ്ട്.
അവരെ പലരും നമുക്ക് വിമാനത്താവളത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു. നിരവധി പേർ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ ആശങ്കയിൽ മടങ്ങിപ്പോകുകയാണ്. തിരിച്ചു പോകാനായി വിമാനം കാത്ത് നൂറുകണക്കിന് പേർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. കശ്മീരിലെ ഭീകരവാദം ഏതാണ്ട് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം ത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ. അതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സമീപകാലത്തായി ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചിരുന്നു. സമാധാനം സംസ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ വിനോദസഞ്ചാരികൾ ഓരോ ദിവസവും കണക്കിന് വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തേക്ക് എത്തിയത്. ഇപ്പോൾ ജമ്മു ഇപ്പോൾ